ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ നോക്കുകയാണ്. PPCS 184 സ്കൂൾ സൈക്കോളജി. ഡെവലപ്മെന്റ് സൈക്കോളജിയിൽ പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ ഡെവലപ്മെന്റൽ തിയറീസ് ആണ് കേട്ടോ നോക്കുന്നത്. ഇപ്പൊ അപ്രോച്ചസ് ടു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, നമുക്ക് ഇതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അപ്രോച്ചസ് ടു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അപ്പൊ അതിൽ തന്നെ ജീൻ പിയാഷേഡ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ വൈഗോട്സ്കിയുടെ തിയറി ഉണ്ട്, പിന്നെ കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് ഉണ്ട്. ദെൻ വന്നിട്ടുള്ളത് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിൽ എറിക്സൺസ് തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്, പിന്നെ സോഷ്യൽ ലേണിംഗ് തിയറി, അറ്റാച്ച്മെന്റ് തിയറി, പിന്നെ ഒരു ലാസ്റ്റ് ഒരു ഇക്കോളജിക്കൽ സിസ്റ്റം തിയറി. അങ്ങനെ കുറച്ച് തിയറീസ് മാത്രമാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. ഒന്നോ രണ്ടെണ്ണം ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കോഗ്നിറ്റീവ് അപ്രോച്ചസ് ആണ്. അപ്രോച്ചസ് ടു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. Cognitive development refers to growth of thinking, reasoning, problem solving, memory and language abilities throughout life. Cognitive development എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ റീസണിങ്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, അബ്സ്ട്രാക്ട് തിങ്കിങ്, ഇതൊക്കെ ഇതിൽ പെടും, നമ്മുടെ കോഗ്നിറ്റീവ് എബിലിറ്റീസിൽ പെടും. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മളിവിടെ അതിന്റെ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പറയുന്നത്. ഡിഫറെന്റ് അപ്രോച്ചസ് എക്സ്പ്ലെയിൻ ഹൗ കോഗ്നിറ്റീവ് എബിലിറ്റീസ് ഡെവലപ്പ്. ഉണ്ടോ, എങ്ങനെയാണ് കോഗ്നിറ്റീവ് എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ഒരുപാട് അപ്രോച്ചസിലൂടെ പറഞ്ഞിട്ടുള്ള ഒരുപാട് തിയറീസിലൂടെ പറഞ്ഞിട്ടുണ്ട്. ദീസ് അപ്രോച്ചസ് പ്രൊവൈഡ് ഡിഫറെന്റ് പെർസ്പെക്ടീവ്സ് ഓൺ ഹൗ തിങ്കിങ് ഡെവലപ്സ് ആൻഡ് കോംപ്ലിമെന്റ് വൺ അനദർ. എങ്ങനെയാണ് തിങ്കിങ്സ് ഡെവലപ്പ് ചെയ്യുന്നത്, മറ്റൊന്നിനെ എങ്ങനെ കോംപ്ലിമെന്റ് ചെയ്യുന്നു. ടുഗദർ ദേ ഹെൽപ്പ് എക്സ്പ്ലെയിൻ ഹൗ ചിൽഡ്രൻ ലേൺ, അഡാപ്റ്റ് ആൻഡ് അക്വയർ നോളജ് ത്രൂ ഔട്ട് ഡെവലപ്മെന്റ്. അണ്ടർസ്റ്റാൻഡിംഗ് ദീസ് അപ്രോച്ചസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എഡ്യൂക്കേറ്റേഴ്സ് ആൻഡ് സൈക്കോളജിസ്റ്റ് ബിക്കോസ് ദേ പ്രൊവൈഡ് വാല്യുബിൾ ഇൻസൈറ്റ്സ് ഇൻ ടു ചിൽഡ്രൻസ് ലേണിംഗ് പ്രോസസ്സസ് ആൻഡ് കോഗ്നിറ്റീവ് ഗ്രോത്ത്. അപ്പോൾ ഈ ഒരു എല്ലാ കാര്യങ്ങളും, ഈ പറയുന്ന എല്ലാ അപ്രോച്ചസും കൂട്ടിയിട്ട് നമുക്ക് എങ്ങനെ പറയാം, ചിൽഡ്രൻ എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ലേൺ ചെയ്യുന്നത്, പുതിയ പുതിയ കാര്യങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത്, ഇതൊക്കെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് അപ്രോച്ചസിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് വണ്ണാണ് ജീൻ പിയാഷേയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി. ജീൻ പിയാഷെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി explains how children actively construct knowledge as they interact with the environment. കേട്ടോ, ഇവിടെ ജീൻ പിയാഷെ പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ആക്റ്റീവ്ലി കൺസ്ട്രക്ട് നോളജ് ആസ് ദേ ഇന്ററാക്ട് വിത്ത് എൻവയറമെന്റ്. എൻവയറമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് ഇവര് നോളജ് അക്വയർ ചെയ്യുന്നത്. പിയാഷെ ബിലീവ്ഡ് ദാറ്റ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഒക്കേഴ്സ് ത്രൂ അഡാപ്റ്റേഷൻ വിച്ച് ഇൻക്ലൂഡ്സ് അസിമുലേഷൻ ആൻഡ് അക്കോമഡേഷൻ. Assimilation involves incorporating new experiences into existing mental structures, while accommodation involves modifying existing structures to fit new information. പിയാഷെ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അഡാപ്റ്റേഷനിലൂടെയാണ് ഇതെല്ലാം പഠിച്ചെടുക്കുന്നത്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്നത് അഡാപ്റ്റേഷനിലൂടെയാണ്. ഈ അഡാപ്റ്റേഷനിൽ രണ്ട് പ്രോസസ് ഉണ്ട്, അസിമുലേഷനും ഉണ്ട്, അക്കോമഡേഷനും ഉണ്ട്. അസിമുലേഷൻ എന്ന് പറയുന്നത് ഇൻകോർപ്പറേറ്റിംഗ് ന്യൂ എക്സ്പീരിയൻസസ് ഇൻ ടു എക്സിസ്റ്റിംഗ് മെന്റൽ സ്ട്രക്ചേഴ്സ്. അതായത് പുതിയ ഇൻഫർമേഷൻസ് നമ്മുടെ മെന്റൽ സ്ട്രക്ചേഴ്സിലോട്ട് കൊണ്ടുവരുന്നതിനെയാണ് അസിമുലേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം ഡോക്ടർ എന്ന് പറയുമ്പോൾ വൈറ്റ് കോട്ട് ഉണ്ടായിരിക്കും, സ്റ്റെതസ്കോപ്പ് ഉണ്ടായിരിക്കും, ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു ധാരണ ഉണ്ട്. നേരിട്ട് നമ്മൾ കാണുകയാണ്, വൈറ്റ് കോട്ട് ഇട്ടിട്ട് ഒരാള് സ്റ്റെതസ്കോപ്പ് കഴുത്തിൽ കിടക്കുന്നുണ്ട്, ഹോസ്പിറ്റലിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ന്യൂ എക്സ്പീരിയൻസ് നമ്മൾ എന്ത് ചെയ്യും, എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു മെന്റൽ സ്ട്രക്ചറിലേക്ക് നമ്മളത് അപ്ലൈ ചെയ്തു കൊടുക്കും. ഇതിനെയാണ് അസിമുലേഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു പ്രോസസ്സാണ് അക്കോമഡേഷൻ. അത് ഇറ്റ് ഇൻവോൾവ്സ് മോഡിഫൈങ് എക്സിസ്റ്റിംഗ് സ്ട്രക്ചേഴ്സ് ടു ഫിറ്റ് ന്യൂ ഇൻഫർമേഷൻ. ഓൾറെഡി ഒരു ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ട്, അതിനൊന്നും കൂടെ മോഡിഫൈ ചെയ്യാം. ഓക്കെ, ഒന്നും കൂടെ മോഡിഫൈ ചെയ്യുമ്പോൾ ഇപ്പോൾ ഡോക്ടേഴ്സ്, നമുക്കറിയാം ഡോക്ടർ എങ്ങനെയാണെന്നുള്ളത്, നമ്മൾ ഒരു ഇൻഫർമേഷനും കൂടെ അത് കൂടെ കൂട്ടിച്ചേർക്കുക. അതായത് ഡോക്ടർ പലതരം സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ട്, കണ്ണിന്റെ ഡോക്ടർ ഉണ്ട്, ഹാർട്ടിന്റെ ഡോക്ടർ ഉണ്ട്, വയറിന്റെ ഡോക്ടർ ഉണ്ട്, ഗ്യാസ്ട്രോന്റെ ഡോക്ടർ ഉണ്ട്, കിഡ്നിയുടെ ഡോക്ടർ ഉണ്ട്, അങ്ങനെ പല ടൈപ്സ് ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചികിത്സിക്കുന്നതല്ല, സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് വേറെയുണ്ട്. അങ്ങനെ ഒരു പുതിയൊരു ഇൻഫർമേഷനും കൂടെ നമ്മൾ ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള സാധനത്തിലേക്ക് നമ്മൾ അവിടെ എന്ത് ചെയ്യും, ഇൻപുട്ട് ചെയ്യും. അതിനെയാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പിയാഷെ പ്രൊപ്പോസ്ഡ് 4 stages ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ദ സെൻസോറി മോട്ടോർ സ്റ്റേജ്, അതായത് ബർത്ത് ടു 2 years ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ലേണിംഗ് ത്രൂ സെൻസറി എക്സ്പീരിയൻസസ് ആൻഡ് മോട്ടോർ ആക്ടിവിറ്റീസ്. അപ്പൊ പിയാഷെ 4 stages ആയിട്ടാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പറഞ്ഞത്. ഫസ്റ്റ് വൺ ആണ് ദി സെൻസോറി മോട്ടോർ സ്റ്റേജ്. അതായത് 2 വയസ്സ് വരെ സെൻസോറി മോട്ടോർ സ്റ്റേജിലാണ് ഒരു കുട്ടി നിൽക്കുന്നത്. അത് ലേണിംഗ് ത്രൂ സെൻസറി എക്സ്പീരിയൻസസ് ആൻഡ് മോട്ടോർ ആക്ടിവിറ്റീസ്. മോട്ടോർ ആക്ടിവിറ്റീസിലൂടെയും സെൻസറി എക്സ്പീരിയൻസസിലൂടെയാണ് നമ്മൾ
ലേണിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലേൺ ചെയ്യുന്നത്. ഡ്യൂറിങ് ദി സ്റ്റേജ് ചിൽഡ്രൻ ഡെവലപ്പ് ഒബ്ജക്റ്റ് പെർമനൻസ്. ഇതിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഒബ്ജക്റ്റ് പെർമനൻസ്. ആൻഡ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ദ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. 2 to 7 years involves the development of language and symbolic thinking, but children remain egocentric and struggle with logical reasoning. Symbolic thinking, language and symbolic thinking ആയിരിക്കും ഈ ഒരു പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ ഉണ്ടായിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈഗോസെൻട്രിക് ആൻഡ് സ്ട്രഗിൾ വിത്ത് ലോജിക്കൽ റീസണിങ്. ഈഗോസെൻട്രിക് ആയിരിക്കും, അതായത് അവർ കാണുന്ന ഭാഗം മാത്രമായിരിക്കും ശരി, മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവ്സ് അവർക്ക് അറിയത്തില്ല. അതാണ് 2 to 7 years ഉണ്ടായിരിക്കുക വിത്ത് ലോജിക്കൽ റീസണിങ്. നെക്സ്റ്റ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് 7 to 11 years is marked by logical thinking about concrete objects and understanding concepts such as conversation and classification. ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ ആണ്. 7 to 11 years. അതായത് ലോജിക്കൽ തിങ്കിങ് ഉണ്ടായിരിക്കും. കുറച്ചും കൂടി ഒരു അബ്സ്ട്രാക്ട് ലെവലിലോട്ട് പോയി തുടങ്ങി. ലോജിക്കൽ തിങ്കിങ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കോൺസെപ്റ്റ്സ് നമ്മൾ മനസ്സിലാക്കി തുടങ്ങി. ഒരു കോൺവെർസേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ഇങ്ങനെ ചോദിക്കുന്നതിനനുസരിച്ച് ആൻസർ ചെയ്യാനുള്ള ഒരു അബിലിറ്റി ഒക്കെ വന്നു തുടങ്ങിയ ക്ലാസിഫിക്കേഷൻ. ദ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് 4ാമത്തെ സ്റ്റേജ് ആണ്. ഇൻവോൾവ്സ് അബ്സ്ട്രാക്ട് തിങ്കിങ്, ഹൈപ്പോത്തറ്റിക്കൽ റീസണിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. 11ാമത്തെ വയസ്സ് തൊട്ടിട്ട് എന്താണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, നമ്മൾ കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമെറ്റിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു കൊടുക്കും. ഹൈപ്പോത്തറ്റിക്കൽ റീസണിങ്, പ്രോബ്ലം സോൾവിങ് അല്ലെ, കുറച്ചും കൂടെ എബിലിറ്റി ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയി തുടങ്ങി. അതാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അങ്ങനെ 4 സ്റ്റേജസ് ആയിട്ടാണ് പിയാഷെ പറഞ്ഞിട്ടുള്ളത്. പിയാഷെ എംഫസിസ്ഡ് ദാറ്റ് ചിൽഡ്രൻ ആർ ആക്റ്റീവ് ലേണേഴ്സ് ഹു കൺസ്ട്രക്ട് നോളജ് ത്രൂ എക്സ്പീരിയൻസ്. കണ്ടോ, എക്സ്പീരിയൻസിലൂടെയാണ് ഈ പറയുന്ന നോളജ് ഒക്കെ നമ്മൾ അക്വയർ ചെയ്യുന്നത്. ഹിസ് തിയറി ഹാസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് എഡ്യൂക്കേഷൻ ബൈ എൻകറേജിംഗ് ഏജ് അപ്രോപ്രിയേറ്റ് ടീച്ചിങ് മെത്തേഡ്സ് ആൻഡ് റെക്കഗ്നൈസിംഗ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഇൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അപ്പൊ ഈ ഒരു തിയറി ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്ത് തന്നെയാണ് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറഞ്ഞു. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് 10ാം ക്ലാസ്സിലെ കണക്ക് കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഏജ് അപ്രോപ്രിയേറ്റ് എഡ്യൂക്കേഷൻ വേണമെന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത തിയറിയാണ് അത് പിയാഷെയുടെ ഈ ഒരു തിയറി. ആൻഡ് റെക്കഗ്നൈസിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഇൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലെ ആക്റ്റീവ് ലേണിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതും ഈ ഒരു തിയറിയിലൂടെ മനസ്സിലായി. ഇത്രയാണ് നമുക്ക് പിയാഷെയുടെ തിയറിയിൽ എഴുതേണ്ടുള്ളൂ. ഓക്കെ, പറഞ്ഞത് ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇനി നോക്കാനുള്ളത് സോഷ്യോ കൾച്ചറൽ തിയറി ഓഫ് ഡെവലപ്മെന്റ് കേട്ടോ. ലെവൈഗോട്സ്കിയുടെ സോഷ്യോ കൾച്ചറൽ തിയറി അതൊക്കെ നമ്മൾ 1 to 9 പഠിച്ചിട്ടുള്ളതാണ്. ഒക്കെ ഒന്ന് എടുത്താൽ മതി. സോഷ്യോ കൾച്ചറൽ തിയറി ഓഫ് ഡെവലപ്മെന്റ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ ലെവൈഗോട്സ്കി. ദിസ് തിയറി എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ, കൾച്ചർ ആൻഡ് ലാംഗ്വേജ് ഇൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അപ്പോൾ സോഷ്യോ കൾച്ചറൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിലെ സൊസൈറ്റിയിൽ ഒരു ഇന്ററാക്ഷനിലൂടെ എങ്ങനെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്നു, അതാണ് ലെവൈഗോട്സ്കിയുടെ തിയറിയിൽ ഉണ്ടായിരുന്നത്. മെയിൻ ആയിട്ട് സോഷ്യൽ ഇന്ററാക്ഷനും അതിലൂടെ നമ്മൾ ലേൺ ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് സോഷ്യോ കൾച്ചറൽ തിയറിയിൽ പറഞ്ഞിട്ടുള്ളത്. വൈഗോട്സ്കി ബിലീവ് ദാറ്റ് ലേണിംഗ് ഒക്കേഴ്സ് ഫസ്റ്റ് ത്രൂ ഇന്ററാക്ഷൻസ് വിത്ത് അതേഴ്സ്. കണ്ടോ, മറ്റുള്ളവരുമായിട്ടുള്ള ഇന്ററാക്ഷനിലൂടെയാണ് ഫസ്റ്റ് നമ്മൾ ലേൺ ചെയ്യുന്നത്. ശരിയാണ് അല്ലെ? നമ്മളിപ്പോ ജനിച്ച പിറ്റേ ദിവസം തന്നെ സ്കൂളിൽ പോയിട്ടാണോ പഠിക്കുന്നത്? അല്ല, നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമ്മുടെ ചുറ്റുള്ള ആൾക്കാരിൽ നിന്നും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട്. ആൻഡ് ഈസ് ലേറ്റർ ഇന്റർണലൈസ്ഡ് ബൈ ദ ഇൻഡിവിജ്വൽ. According to him, cognitive development cannot be understood without considering the cultural context in which a child grows up. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അനുസരിച്ച് കോണ്ടെക്സ്റ്റ് കൺസിഡർ ചെയ്യാതെ അല്ലെങ്കിൽ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് കൺസിഡർ ചെയ്യാതെ നമുക്ക് ഡെവലപ്മെന്റിനെ പറ്റി പറയാൻ പറ്റില്ല. അപ്പൊ ഇൻക്ലൂഡിങ് their cultural context, അവരുടെ ആ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റും കൂടെ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. വൺ ഓഫ് ദ കീ കോൺസെപ്റ്റ് ഓഫ് ദ തിയറി ഈസ് ദ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, വിച്ച് റെഫേഴ്സ് ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് എ ചൈൽഡ് ക്യാൻ ഡു ഇൻഡിപെൻഡന്റ്ലി ആൻഡ് വാട്ട് ദേ ക്യാൻ അച്ചീവ് വിത്ത് ഗൈഡൻസ് ഫ്രം എ മോർ നോളജബിൾ പേഴ്സൺ. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് നമ്മൾ ലെവൈഗോസ്കിയുടെ തിയറിയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് കുട്ടികൾ തന്നെ ചെയ്യുന്നതും മറ്റുള്ളവരുടെ സപ്പോർട്ടോടുകൂടി ചെയ്യുന്നതും രണ്ടും ഡിഫറൻസ് ആണ് അല്ലെ. ഇപ്പൊ ഒരു 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാന്ന് വിചാരിക്കുക. കുട്ടിക്ക് ഒരു ചേച്ചിയുണ്ട്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചേച്ചിയുണ്ട്. കണക്ക് പറഞ്ഞെടുത്ത് നോക്കിയേ പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അവരുടെ ആ തണലിൽ നിന്നുകൊണ്ട് അവർ കുറെ കാര്യങ്ങൾ അക്വയർ ചെയ്യും. അപ്പൊ ഒരു സപ്പോർട്ട് അവിടെ ഉണ്ടായിരിക്കും.
അപ്പൊ ആ ഒരു സോണിനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അനദർ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ഈ സ്കഫോൾഡിങ്. അതായത് ഈ മുതിർന്ന ഈ ഒരാള് അനിയത്തിക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ടിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്കഫോൾഡിങ്. വേർ സപ്പോർട്ട് ഈസ് പ്രൊവൈഡഡ് ടു എ ഹെൽപ്പ് എ ലേണർ അക്കംപ്ലിഷ് ടാസ്ക് അൺടിൽ ദേ ക്യാൻ പെർഫോം ഇൻഡിപെൻഡന്റ്. കേട്ടോ, ആ കൊടുക്കുന്ന ഒരു സപ്പോർട്ടിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്കഫോൾഡിങ് എന്ന് പറയുന്നത്. ലാംഗ്വേജ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഡെവലപ്മെന്റ് ബിക്കോസ് ഇറ്റ് സെർവ് ആസ് എ ടൂൾ ഫോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് തിങ്കിങ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡെവലപ്മെന്റിൽ ലാംഗ്വേജിന് വലിയൊരു റോൾ ഉണ്ട്. ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്ന ആള് ഇംഗ്ലീഷുകാരിയും, കേൾക്കുന്ന ആള് ഇംഗ്ലീഷ് അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ വല്ല മനസ്സിലാവുമോ? ഇല്ല. അപ്പൊ കമ്മ്യൂണിക്കേഷനും തിങ്കിങ്ങും നടക്കണമെന്ന് വെച്ചെങ്കിൽ ഈ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു important tool ആണ്. Vygotsky argued that cognitive skills are shaped by cultural values, beliefs, and practices. The theory highlights the importance of teachers, parents, and peers in promoting learning. Peer theory യിൽ എന്താണ് പറയുന്ന, ടീച്ചേഴ്സിനെയും പാരന്റ്സിനെയും പിയേഴ്സിനെയും ഒക്കെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവരുടെ സപ്പോർട്ട് കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലോട്ട് അത്യാവശ്യത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. It has a significant impact on education by encouraging collaborative learning, guided instruction, and social interaction as essential components of cognitive development. അപ്പോൾ അതുകൊണ്ട് തന്നെ collaborative learning, guided instruction, social interaction ഇതൊക്കെ എൻകറേജ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് ഉള്ളത്. ആണോ? കൊളാബറേറ്റീവ്, കൂട്ടായിട്ട് അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ ഒരു കമ്പയറിംഗ് സ്റ്റഡി അല്ലെങ്കിൽ കമ്പൈനിങ് സ്റ്റഡി, ഗൈഡഡ് ഇൻസ്ട്രക്ഷൻ, ഒരാൾ പറഞ്ഞു തരാനുണ്ടാവുക, പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ ഇന്ററാക്ഷൻ, ഇതൊക്കെയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ എസെൻഷ്യൽ കോമ്പോണൻസ് ആയിട്ട് വൈഗോട്സ്കി പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത്, അപ്പൊ ഇതൊക്കെയാണ് പറഞ്ഞ സോഷ്യോ കൾച്ചറൽ തിയറി ഓഫ് ഡെവലപ്മെന്റ്. നമ്മളിത് ഓൾറെഡി എടുത്ത കാരണം കൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത്. നെക്സ്റ്റ് കോൾബക്സ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ്, ഇത് കൂടെ നമുക്ക് പറഞ്ഞിട്ട് നിർത്താം. അത് കേട്ട് പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത 4 തിയറി പറയാം. ഓക്കെ, Kohlberg's theory of moral development. Lawrence Kohlberg proposed the theory of moral development to explain how individuals develop moral reasoning. എങ്ങനെയാണ് മോറൽ റീസണിങ് ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെ? മൊറാലിറ്റി അറിയണമെങ്കിൽ അതിനെയാണ് മോറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നല്ലതും ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കും മോറൽ ഡെവലപ്മെന്റ്. അപ്പൊ ഹി ബിലീവ്ഡ് ദാറ്റ് മോറൽ ഡെവലപ്മെന്റ് ഒക്കേഴ്സ് ഇൻ എ സീരീസ് ഓഫ് സ്റ്റേജസ് ഗ്രൂപ്പ്ഡ് ഇൻടു 3 ലെവൽസ്. അങ്ങനെ കുറച്ച് സീരീസ് ഓഫ് സ്റ്റേജസ് ഉണ്ട്. ആ സ്റ്റേജസിനെ 3 ലെവൽസ് ആയിട്ടാണ് ഈ ഒരു മോറൽ ഡെവലപ്മെന്റ് തിയറിയിൽ പറഞ്ഞിട്ടുള്ളത്. ദ ഫസ്റ്റ് ലെവൽ ഇസ് ദ പ്രീ കൺവെൻഷണൽ ലെവൽ. ഫസ്റ്റ് ലെവൽ എന്താ? പ്രീ കൺവെൻഷണൽ ലെവലാണ്. പ്രീ കൺവെൻഷണൽ ലെവൽ, അതിൽ തന്നെ 2 സ്റ്റേജസ് വരുന്നുണ്ട്. where moral decisions are based on avoiding punishment and obtaining rewards. ഇപ്പൊ ഇവിടുത്തെ മോറൽ ഡിസിഷൻസ് എങ്ങനെയാ? ഫസ്റ്റ് ലെവലാണ്, പണിഷ്മെന്റ് കിട്ടാതിരിക്കാൻ അല്ലെങ്കിൽ റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ മൊറാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റേജ് 1 ഫോക്കസസ് ഓൺ ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെന്റ്, while stage 2 emphasizes self interest and personal benefit. സ്റ്റേജ് 1 ഫോക്കസ് ചെയ്യുന്നത് എന്താ? ഒബീഡിയൻസ് അനുസരിക്കും. ചെറിയ കുട്ടികളുടെ കാര്യം ആലോചിച്ചാൽ മതി, അവരനുസരിക്കും പണിഷ്മെന്റിനെ പേടിച്ചിട്ട്. സെക്കൻഡ് എന്ന് പറയുന്നത് എന്താ? സെൽഫ് ഇൻട്രസ്റ്റ് ആൻഡ് പേഴ്സണൽ ബെനിഫിറ്റ്, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെ? ഇപ്പൊ ചെറിയ കുട്ടികള് നല്ല കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പൊ കുറുമ്പ് കാണിക്കാതിരിക്കുന്നത് എന്തിനാ? ഒന്നെങ്കിൽ അടി കിട്ടുമെന്ന് പേടിച്ചിട്ട്, അല്ലെ? അനുസരിച്ചില്ലെങ്കിൽ അടി കിട്ടും, അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ മിഠായി വാങ്ങിച്ചു തരും. ഇനി സ്റ്റേജ് 2 എന്ന് പറയുന്നത് എന്താ? സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്, അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പേഴ്സണൽ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് ചെയ്യാം. The second level എന്ന് പറയുന്നത് കോൺവെൻഷണൽ ലെവലാണ്, വേർ ഇൻഡിവിജ്വൽസ് കൺഫോം ടു സോഷ്യൽ എക്സ്പെക്ടേഷൻസ് ആൻഡ് റൂൾസ്. സെക്കൻഡ് ലെവലില് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കൺഫോം ടു സോഷ്യൽ എക്സ്പെക്ടേഷൻസ് ആൻഡ് റൂൾസ് ആണ്. സ്റ്റേജ് 3 ഫോക്കസ് ഓൺ ഗെയിനിങ് അപ്രൂവൽ ഫ്രം അതേഴ്സ് ആൻഡ് സ്റ്റേജ് 4 എംഫസൈസസ് മെയിൻറ്റെയിനിങ് സോഷ്യൽ ഓർഡർ ആൻഡ് ഒബേയിങ് ലോസ്. അതിൽ സ്റ്റേജ് 3 അപ്രൂവൽ ഫ്രം അതേഴ്സ്, മറ്റുള്ളവർ നല്ലത് പറയാനായിട്ട്, നല്ല കുട്ടിയാണ് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കാം. പിന്നെ സ്റ്റേജ് 4 എന്താണ് പറയുന്നത്? സോഷ്യൽ ഓർഡർ ആൻഡ് ഒബേയിങ് ലോസ്, റൂൾസ് അനുസരിക്കാം. ഇപ്പൊ സ്കൂളുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെ, മുടി റിബൺ കെട്ടി വരണം, പിന്നെ അതുപോലെ തന്നെ യൂണിഫോം ധരിച്ചു വരണം, ആ റൂൾസ് അവരെ അനുസരിക്കാം.
ആ ഒരു സ്റ്റേജ് ആണ് നാലാമത്തേല്, സെക്കൻഡ് ലെവല് നാലാമത്തെ സ്റ്റേജ്. ഇനി അതേപോലെ തന്നെ തേർഡ് ലെവൽ 2 സ്റ്റേജ് പറയുന്നുണ്ട്. പോസ്റ്റ് കൺവെൻഷണൽ ലെവലാണ്, വെർ മോറൽ റീസണിങ് ഈസ് ബേസ്ഡ് ഓൺ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്. ഇവിടെ എത്തിക്കൽ പ്രിൻസിപ്പിൾസും ഇൻഡിവിജ്വൽ റൈറ്റ്സിനെയും ബേസ് ചെയ്തിട്ടാണ് ഏറ്റവും ലാസ്റ്റത്തെ തേർഡ് സ്റ്റേജ് പറയുന്നത്. സ്റ്റേജ് 5 ഇൻവോൾവ്സ് അണ്ടർസ്റ്റാൻഡിംഗ് സോഷ്യൽ കോൺട്രാക്ട്സ് ആൻഡ് ഡെമോക്രാറ്റിക് വാല്യൂസ്, while stage 6 is based on universal ethical principles such as justice and human dignity. കണ്ടോ, ഇവിടെ എന്താ ജസ്റ്റിസ് ആൻഡ് ഹ്യൂമൻ ഡിഗ്നിറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നീതി എന്താണ്, അല്ലെങ്കിൽ അനീതി എന്താണ്, അങ്ങനെയുള്ള ഒരു തിരിച്ചറിവൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഉണ്ടായിരിക്കും. അപ്പൊ കുറച്ചും കൂടി എന്താ മുതിർന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. Kohlberg believed that individuals progress through these stages in a fixed order, although not everyone reaches the highest stage. അപ്പൊ കോൾബർഗ് പറഞ്ഞത് ഓരോരുത്തരും ഈ ഒരു സ്റ്റേജിലൂടെയാണ്, ഫിക്സഡ് ഓർഡറിലാണ്, ഈ ഓർഡറിൽ മാറ്റമൊന്നുമില്ല. ആദ്യത്തെ സ്റ്റേജ് 1, 2, 3, 4, 5, 6 അങ്ങനെ ആ ഒരു ഓർഡറിൽ തന്നെയാണ്. പക്ഷെ എല്ലാവരും ഹയസ്റ്റ് സ്റ്റേജിൽ എത്തണം എന്നില്ല, അല്ലെ? എല്ലാവർക്കും നീതി ന്യായമൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല. ഹിസ് തിയറി ഹൈലൈറ്റ്സ് ദ ഡെവലപ്മെന്റ് ഓഫ് മോറൽ റീസണിംഗ് ആൻഡ് മോറൽ ബിഹേവിയർ. ഇറ്റ് ഹാസ് കോൺട്രിബ്യൂട്ടഡ് സിഗ്നിഫിക്കന്റ്ലി ടു അണ്ടർസ്റ്റാൻഡിംഗ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ അക്രോസ് ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്സ്. അപ്പൊ അദ്ദേഹത്തിന്റെ തിയറി പറയുന്നത് എന്താ, മോറൽ റീസണിങ്ങിന്റെ ഡെവലപ്മെന്റിനെ പറ്റി പറയുന്നത്. ഇവിടെ മോറൽ ബിഹേവിയറിനെ പറ്റിയിട്ട് അധികം ഇമ്പോർട്ടൻസ് ഇല്ല, പറയുന്നുണ്ട്. പക്ഷെ മോറൽ റീസണിങ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് കോൺട്രിബ്യൂട്ടഡ് സിഗ്നിഫിക്കന്റ്ലി ടു അണ്ടർസ്റ്റാൻഡിംഗ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ അക്രോസ് ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്സ്. ഓരോ ഏജ് ഗ്രൂപ്പിലുമുള്ള മോറൽ എഡ്യൂക്കേഷനെ പറ്റിയിട്ടും എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിനെ പറ്റിയിട്ടാണ് ഈ പറയുന്ന തിയറിയിലൊക്കെ പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ 3 തിയറീസ് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് വായിച്ചു നോക്കുക. അപ്പോ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറീസ് ഏതെങ്കിലും ചിലപ്പോൾ 3 അല്ലെങ്കിൽ 2 എഴുതാനൊക്കെ ആയിട്ടായിരിക്കും വരിക. അപ്പൊ ഏതെങ്കിലും ഒരു, നമ്മൾ 3 പഠിച്ചിട്ടുണ്ട്, 2 നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ഇതിൽ ഏതായാലും കുഴപ്പമില്ല, 3 പഠിച്ചോളൂ. ഇനി 3 അല്ലെങ്കിൽ ഇനി 2 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ കിട്ടാതിരിക്കരുത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഈ ഒരു 4 തിയറീസ് വരുന്നുണ്ട്. 4 തിയറീസ് എടുക്കാം കേട്ടോ നെക്സ്റ്റ് സെഷനിൽ. ഓക്കെ, ബൈ, താങ്ക് യു.